ഇന്ന് നമ്മൾ ഭയാനകമായ 3 അർബൻ ലെജൻഡ് സ്റ്റോറീസിനെ കുറിച്ചാണ് അറിയാൻ പോകുന്നത്. പൊതുവെ ഈ അർബൻ ലെജൻഡ് എന്നൊക്കെ പറഞ്ഞാൽ ഈ കഥകൾ പൂർണ്ണമായും സത്യമായിരിക്കില്ല. ചില നടന്ന കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചില വസ്തുക്കൾ, ചില സ്ഥലങ്ങൾ, ഇവയും കൂടെ ചില സാങ്കല്പികമായ കഥകളും ചേർത്ത് പറയുന്നവയാണ് ഈ അർബൻ ലെജൻഡ്. പറഞ്ഞു വന്നാൽ പല സ്ഥലങ്ങളിൽ വർഷങ്ങളായി ഇങ്ങനെ പറഞ്ഞു വരുന്ന നാടോടി കഥകൾ, ഇതിനെയാണ് അർബൻ ലെജൻഡ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കഥകൾ പൂർണ്ണമായും സത്യമല്ലെങ്കിൽ പോലും ഈ കഥകൾ കേൾക്കാൻ തീർച്ചയായും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ജപ്പാനിലെ ഹൊനാക്കെ എന്നൊരു കുട്ടി, അവന്റെ ജീവിതം വളരെ സിമ്പിൾ ആയിരുന്നു. രാവിലെ കോളേജിൽ പോകും, വൈകുന്നേരം ലൈബ്രറിയിൽ ചെന്നിരുന്ന് പഠിക്കും, ഇരുന്ന് അസൈൻമെന്റ്സ് ഒക്കെ എഴുതും, വീട്ടിൽ വന്നതിന് ശേഷം ഒരു അല്പസമയം വീഡിയോ ഗെയിം കളിക്കും, പിന്നെ കിടന്നുറങ്ങും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം അവന്റെ ജീവിതത്തെ തന്നെ തലകീഴാക്കി മാറ്റുന്ന ഒരു സംഭവം ഉണ്ടായത്. അന്നത്തെ ദിവസം അവൻ കോളേജിൽ ചെന്ന് ക്ലാസ് എല്ലാം അവസാനിച്ച് വൈകുന്നേരം അസൈൻമെന്റ് എഴുതാനായി ലൈബ്രറിയിലേക്ക് ചെന്നിരുന്നു. ലൈബ്രറിയിൽ ഇരുന്ന് അങ്ങനെ അസൈൻമെന്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരല്പസമയം പഠിച്ചു. അന്ന് അവന് വല്ലാത്തൊരു ക്ഷീണമുണ്ടായിരുന്നു. അവൻ അങ്ങനെ ഇരുന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ഓർമ്മ വന്ന് എഴുന്നേറ്റ് നോക്കിയപ്പോൾ സമയം 11 മണി. ഇങ്ങനെയൊന്നും ഇതിനു മുൻപ് സംഭവിച്ചിട്ടേ ഇല്ല. അന്നത്തെ ദിവസം വളരെ ലേറ്റായി. പറഞ്ഞു വന്നാൽ ഇത്രയേറെ വൈകി അവൻ പുറത്തെവിടെയും പോയിട്ടേ ഇല്ല. ഉടനെ അവൻ അവന്റെ സാധനങ്ങളെല്ലാം ബാഗിൽ പാക്ക് ചെയ്തിട്ട് വീട്ടിൽ പോകാൻ റെഡിയായി. അവന്റെ വീട് ഈ ഒരു ലൈബ്രറിയിൽ നിന്നും 20 മിനിറ്റ് നടന്നാൽ എത്തും. പക്ഷേ അവന്റെ വീട്ടിൽ പോകാൻ ഒരു ഷോർട്ട് കട്ട് അറിയാം. ആ ഷോർട്ട് കട്ട് വഴി പോയാൽ വെറും 10 മിനിറ്റിൽ എത്താൻ സാധിക്കും. പക്ഷേ ആ വഴി പോകുന്നതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അങ്ങനെ അവൻ പോകണം എന്ന് ചിന്തിച്ച് ആ ഒരു ഷോർട്ട് കട്ടിൽ വർഷങ്ങളായി എന്തോ ഒരു അമാനുഷികത ഉണ്ടെന്ന് ആ പരിസരവാസികൾ വിശ്വസിക്കുന്നുണ്ട്. കൂടാതെ ഇവൻ പോകണം എന്ന് ചിന്തിച്ച് ആ ഷോർട്ട് കട്ടിൽ ഒരല്പം വെളിച്ചം പോലും കാണില്ല. വല്ലാത്തൊരു ഇരുട്ടായിരിക്കും അവിടെ. അവിടെ താമസിക്കുന്ന ആളുകൾ പറയുന്നത് ആ വഴിയിൽ AK എന്ന ഒന്നുണ്ട്. ഇത് ജപ്പാനിലെ വളരെ പോപ്പുലറായ അർബൻ ലെജൻഡ് ആണ്. ജനങ്ങൾ പറയുന്നത് AK എന്നത് ചുമന്ന നിറത്തിലുള്ള വസ്ത്രം ധരിച്ചൊരു പെൺകുട്ടിയാണ്. ആ വഴി പോവുകയാണെങ്കിൽ ഈ പെൺകുട്ടിയെ കാണാൻ സാധിക്കും. ആരെങ്കിലും അറിയാതെ ആ പെൺകുട്ടിയുടെ മുഖം വന്ന് നോക്കിയാൽ അത് ആ വ്യക്തിയെ തന്നെ പിന്തുടർന്ന് വരുമെന്നും പറയുന്നു. അങ്ങനെ ആ പെൺകുട്ടിയുടെ മുഖം കണ്ട പലരെയും അത് പിന്തുടർന്ന് പോയിട്ടുണ്ട്. അവസാനം അവരെ കാണാതായിട്ടുമുണ്ട്. ഇങ്ങനെ പലരും പല കഥകൾ പറയുന്നുണ്ട്. പക്ഷെ ഇവയെല്ലാം അർബൻ ലെജൻഡ് ആണ്. അവന് തോന്നിയത് ഇതിനു മുൻപ് നമ്മൾ ഒരുപാട് തവണ ഇതുവഴി പോയിട്ടുണ്ട്, അപ്പോഴൊന്നും നമുക്കൊന്നും തന്നെ സംഭവിച്ചിട്ടില്ലല്ലോ, അപ്പൊ പിന്നെ ഇന്നെന്ത് സംഭവിക്കാനാണ്, സാരമില്ല അത് തന്നെ പോകാം. പക്ഷെ ഇതിനു മുൻപ് അവൻ പോയത് പകൽ സമയങ്ങളിലായിരുന്നു. ഇത്രയേറെ വൈകി പോയിട്ടേ ഇല്ല. അന്ന് വല്ലാത്ത ഉറക്കവും വരുന്നുണ്ട്. പെട്ടെന്ന് വീട്ടിൽ പോകാം, 20 മിനിറ്റ് ഒന്നും കാത്തിരിക്കാൻ വയ്യ എന്ന് കരുതി അവൻ ആ ഷോർട്ട് കട്ടിലൂടെ പോകാൻ തുടങ്ങി. രാത്രി സമയമായതുകൊണ്ട് ആ പരിസരം ഒന്നും കാണാൻ സാധിച്ചില്ല. ഒരു വെളിച്ചം പോലും ഇല്ല. ആ നിലാവിന്റെ വെളിച്ചം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ കുറച്ചു ദൂരം നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ ദൂരത്തിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നത് പോലെ അവൻ കണ്ടു. ആ പെൺകുട്ടി ആരാണെന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവൾ ഒരു ചുവന്ന നിറത്തിലുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്നവന് മനസ്സിലായി. അത് കണ്ടപ്പോൾ തന്നെ അവന് വല്ലാത്തൊരു ഭയം വന്നു. ആ മുഖം അവനെ കൊണ്ട് വ്യക്തമായി കാണാൻ സാധിച്ചില്ല. എങ്കിലും അത് ആരാണെന്നറിയാനായി അവൻ വളരെ സൂക്ഷിച്ചു നോക്കി. ഇത്രയും വൈകിട്ട് ഒരു പെൺകുട്ടി എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? അപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്. ഒരു പക്ഷേ ഈ ജനങ്ങളെല്ലാം പറയുന്നത് പോലെ ഇത് AK ആയിരിക്കുമോ? എന്തായാലും പെട്ടെന്ന് ഇവിടുന്ന് പോകാമെന്ന് കരുതി അവൻ തല കുനിഞ്ഞ് നടന്നു പോകാൻ തുടങ്ങി. എന്നാൽ അങ്ങനെ പോയാലും ആ പെൺകുട്ടിയെ ക്രോസ് ചെയ്ത് വേണം പോകാൻ. അങ്ങനെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ അവൻ അറിയാതെയാണെങ്കിൽ പോലും തല നിവർത്തി ആ പെൺകുട്ടിയുടെ മുഖം നോക്കി. ആ പെൺകുട്ടിയുടെ മുഖം വളരെ വ്യത്യസ്തമായിരുന്നു, ഭയാനകമായിരുന്നു. അവന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മുഖം അവൻ കണ്ടിട്ടേ ഇല്ല. പെട്ടെന്ന് ഭയന്ന് അവൻ അവിടെ നിന്ന് വളരെ വേഗത്തിൽ ഓടാൻ തുടങ്ങി. വീട്ടിൽ കയറി വാതിലടച്ചു. ഉടനെ മുറിക്കുള്ളിൽ ചെന്ന് കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. അവൻ കണ്ട കാര്യം അവനെ കൊണ്ട് വിശ്വസിക്കാൻ സാധിച്ചില്ല. വല്ലാത്തൊരു ഭയവും വിറയലും മാത്രം. ആ മുഖം അത്രത്തോളം ഭയാനകമായിരുന്നു. അവന്റെ മനസ്സിൽ അത് അങ്ങനെ പതിഞ്ഞു. അടുത്ത ദിവസം അവൻ എപ്പോഴത്തെയും പോലെ അവന്റെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. എന്നാൽ അന്നത്തെ ദിവസം മുഴുവനും അവൻ വല്ലാത്തൊരു അനുഭവമായിരുന്നു. ആരോ തൻ്റെ അടുത്തുള്ളതുപോലെ അവനൊരു ചിന്ത ഉണ്ടാക്കാൻ തുടങ്ങി. കൂടാതെ താൻ ആരുടെയോ നിയന്ത്രണത്തിലാണ്, തന്നെ ആരോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ശ്രദ്ധിക്കുകയാണെന്നൊക്കെ അവൻ തോന്നാൻ തുടങ്ങി. ആ ദിവസം മുഴുവനും അവൻ അങ്ങനെയുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. അന്നത്തെ ദിവസം രാത്രി പെട്ടെന്ന് കിടന്നുറങ്ങാം എന്ന് കരുതി കട്ടിൽ കിടന്നുറങ്ങി. അങ്ങനെ നല്ല ഉറക്കത്തിൽ ആരോ അവന്റെ ബെഡ്ഷീറ്റ് പിടിച്ചു വലിക്കുന്നത് പോലെ അവന് തോന്നി. ആരാണെന്നറിയാനെ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കി. എന്നാൽ ആരും തന്നെ ഇല്ല. ഇങ്ങനെ അവൻ ഇരുന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ചുവന്ന നിറത്തിലുള്ള എന്തോ ഒന്ന് അവനെ ക്രോസ് ആയി പോകുന്നത് പോലെ അവന് തോന്നി.
അത് വളരെ വേഗത്തിൽ അവനെയും കടന്ന് ജനാലയ്ക്ക് പുറത്തേക്ക് പോയി. അവനത് വിശ്വസിക്കാൻ സാധിച്ചില്ല. ഒരു പക്ഷെ തോന്നിയതാണോ, സത്യമാണോ, ഇനി എനിക്കെന്തെങ്കിലും മാനസിക പ്രശ്നമാണോ എന്നവൻ ചിന്തിച്ചു. എന്നാൽ പിന്നെയും ഇതൊന്നും സത്യമായിരിക്കില്ല, എനിക്കങ്ങനെ തോന്നുന്നതായിരിക്കും എന്ന് കരുതി അവൻ സ്വയം വിശ്വസിച്ച് അങ്ങനെ ഉറങ്ങാൻ കിടന്നു. ഒരല്പസമയം കിടന്നുറങ്ങി. വീണ്ടും ഓർമ്മ വന്നു. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവന്റെ മുറിയുടെ സീലിംഗിൽ ചുവന്ന നിറത്തിൽ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ തല കീഴായി തൂങ്ങിക്കിടക്കുന്നവനെ തോന്നി. അത് കണ്ട സെക്കൻഡ് അവന്റെ ഹൃദയമിടിപ്പ് തന്നെ നിന്നു. അത്രത്തോളം വല്ലാത്ത ഭയാനകമായിരുന്നു ആ കാഴ്ച. എന്നാൽ വീണ്ടും അവൻ കണ്ണൊക്കെ തിരുമ്മി നോക്കിയപ്പോൾ അങ്ങനെ ഒരാൾ അവിടെ ഇല്ല. ഇതും തനിക്ക് തോന്നിയതായിരിക്കും, സ്വപ്നമായിരിക്കും എന്നൊക്കെ കരുതി അവൻ അങ്ങനെ ഒരു അല്പസമയം ഇരുന്നു. വല്ലാത്ത വെള്ളദാഹമുണ്ട്. അങ്ങനെ അവൻ ആ വെള്ളം കുടിച്ചുകൊണ്ട് തന്നെ അവന്റെ കണ്ണുകൾ ജനാലയിലേക്ക് പോയി. അവൻ ആ ജനാലയുടെ അടുത്ത് ചെന്ന് താഴേക്ക് എത്തി നോക്കി. അപ്പോ ആ വീടിന്റെ പുറത്ത് ആ ചുവന്ന നിറത്തിലുള്ള വസ്ത്രം ധരിച്ച ആ പെൺകുട്ടി അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അതിനുശേഷം പെട്ടെന്ന് അവൻ ആ പുറത്തുള്ള ലൈറ്റ് എല്ലാം ഓൺ ചെയ്തിട്ട് വീണ്ടും നോക്കി. പുറത്ത് ആരും തന്നെ ഇല്ല. അന്നത്തെ ദിവസം അങ്ങനെ പോയി. എവിടെ നോക്കിയാലും അവനെ കൊണ്ട് ആ ഒരു പെൺകുട്ടി മാത്രമാണ് കാണാൻ സാധിച്ചത്. അടുത്ത ദിവസം ഇക്കാര്യമെല്ലാം അവൻ അവന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു. തനിക്ക് എന്തൊക്കെ സംഭവിച്ചോ എല്ലാം പറഞ്ഞു. പക്ഷേ സുഹൃത്തുക്കളാരും അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. എന്നാൽ അവനത് പറയുന്നത് അവസാനിപ്പിച്ചില്ല. എനിക്കെന്തോ ഭയം തോന്നുന്നു, ഞാനും പെട്ടെന്ന് കാണാതാകുമോ എന്നുള്ളൊരു ഭയമാണ് എനിക്കുള്ളതെന്നും പറഞ്ഞു. അങ്ങനെ അവൻ പോലീസിനെ അറിയിച്ച് ഒരു സഹായം ചോദിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവന്റെ വീടിന്റെ ഗേറ്റ് തുറക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടത്. ആരാണ് ഗേറ്റ് തുറന്നത് എന്നറിയാനായി അവൻ പുറത്തേക്ക് ചെന്നു. ആ ഗേറ്റ് പൂർണ്ണമായും തുറന്നിരിക്കുകയാണ്. അവിടെ ശക്തമായ കാറ്റും വീശുന്നുണ്ട്. ഇപ്പോ എന്തോ ഒരു ഭയം കടന്നു വന്നതും അവൻ ഫോൺ എടുത്ത് അവന്റെ കൂട്ടുകാരനെ വിളിച്ചു. അങ്ങനെ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അതേ സമയം പെട്ടെന്ന് അവന്റെ പുറകിൽ ആരോ വന്നതുപോലെ തോന്നി. ഒരു ദീർഘശ്വാസം വിടുന്ന ശബ്ദവും അവൻ കേട്ടു. അവന് തൊട്ടടുത്ത് ഒരു കണ്ണാടിയുണ്ട്. ആ കണ്ണാടിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. ആ കണ്ണാടിയിൽ ഫോണും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അവന് പുറകിലായി അവൻ കണ്ടത് ആ AK ആയിരുന്നു. അത് കണ്ട ഭയത്തിൽ അവൻ സംസാരിച്ചു കൊണ്ടിരുന്ന സുഹൃത്തിനോട് അവൻ AK എന്നെ കൊണ്ടുപോകാൻ വന്നു, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. പിന്നീട് ആ ഫോൺ താഴെ വീഴുന്നു. ഒരല്പസമയം കഴിഞ്ഞ് ആ കോളും കട്ടായി. ഇപ്പോ സുഹൃത്തിനൊന്നും മനസ്സിലായില്ല. അവൻ എന്താ പറഞ്ഞത്, അവനോട് എന്ത് സംഭവിച്ചു എന്നറിയാനായി വീണ്ടും ഒന്നുകൂടെ ഫോൺ വിളിച്ചു നോക്കി. പക്ഷേ റിംഗ് ആകുന്നുണ്ട്, എടുത്തില്ല. നേരിൽ ചെന്ന് നോക്കാമെന്ന് കരുതി അവന്റെ സുഹൃത്ത് അവന്റെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോൾ ആ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന വസ്തുക്കളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിക്കിടക്കുന്നതാണ് കണ്ടത്. എന്നാൽ ആ വീടിനുള്ളിൽ അവൻ അവന്റെ സുഹൃത്തിനെ കണ്ടില്ല. പറഞ്ഞു വന്നാൽ പിന്നീട് അവനെ ആരും കണ്ടിട്ടില്ല. എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. 19th സെഞ്ച്വറി ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിലെ പെൺകുട്ടിയായിരുന്നു ഹിക്കിക്കോ. അവൾ വളരെ നന്നായി പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എല്ലാ കാര്യങ്ങളിലും അവൾ ബെസ്റ്റ് ആയിരുന്നു, പഠിത്തത്തിലായാലും സ്പോർട്സിലായാലും. അതുകൊണ്ട് തന്നെ മുഴുവൻ സ്കൂളിലും അവൾ ഫേമസ് ആയിരുന്നു, കാണാനും സുന്ദരിയായിരുന്നു. എന്നാൽ ഈ പ്രശസ്തിയൊന്നും അവളുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല. വല്ലാത്തൊരു അസൂയായിരുന്നു എല്ലാവർക്കും. അതുകൊണ്ട് ഈ സുഹൃത്തുക്കളെല്ലാം അവളെ കളിയാക്കാൻ തുടങ്ങി. ക്ലാസ് റൂമിൽ, ബാത്റൂമിൽ, പ്ലേ ഗ്രൗണ്ടിൽ എവിടെ ചെന്നാലും അവളെ കളിയാക്കാനും അവളെ നാണം കെടുത്താനും തുടങ്ങി. വെറുതെ അവൾ എവിടെയെങ്കിലും ഇരുന്നാൽ പോലും ചോക്ക് പീസ് എടുത്തെറിയും, അവളുടെ തലയിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഒഴിക്കും. ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം പോലും അവൾ കരയാതിരുന്നിട്ടില്ല. എല്ലാ ദിവസവും വൈകുന്നേരം കരഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് പോകാറ്. എങ്കിൽ പോലും അവൾ തിരികെ ഒന്നും പ്രതികരിച്ചില്ല. വീട്ടിൽ ചെന്ന് നന്നായി കരയും. ചില സമയങ്ങളിൽ എന്തിനാണ് താൻ ഇനി ജീവിക്കുന്നത്, ഇവരെന്തിനാണ് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്, ഇനി ജീവിച്ചിരിക്കാൻ സാധിക്കില്ല, ആത്മഹത്യ ചെയ്യാം എന്നുവരെയും ചിന്തിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അടുത്ത ദിവസം ഒന്നും സംഭവിക്കാത്തതുപോലെ അവൾ വീണ്ടും സ്കൂളിലേക്ക് പോകും. അങ്ങനെ ഒരു ദിവസം കൂടെയുള്ള സുഹൃത്തുക്കളെല്ലാം ചേർന്ന് അവളെ കളിയാക്കാനും അടിക്കാനും തുടങ്ങി. അവളെ താഴെ തള്ളിയിട്ട് അവളുടെ വസ്ത്രങ്ങളെല്ലാം കീറാൻ തുടങ്ങി. അവളുടെ 2 കാല് പിടിച്ച് വലിച്ചുകൊണ്ട് പ്ലേ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയി. ആ സമയം ആരും അത് തടഞ്ഞില്ല. അതൊരു വൈകുന്നേര സമയമായതുകൊണ്ട് എല്ലാവരും ആ സ്കൂൾ വിട്ട് പോയിരുന്നു. ചില കുട്ടികൾ മാത്രമായിരുന്നു സ്കൂളിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അന്ന് അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അവളെ അടിച്ച് വസ്ത്രമെല്ലാം കീറി അവളെ നാണം കെടുത്തി അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. അവളെ വലിച്ചുകൊണ്ട് പോയതിൽ കാലിൽ വല്ലാത്ത മുറിവും സംഭവിച്ചിട്ടുണ്ട്. ഇതിവൾക്ക് വല്ലാത്ത സങ്കടത്തിനും ദേഷ്യത്തിനും ഒക്കെ കാരണമായി. ആ ഒരു നാണക്കേട് സഹിക്കാനാകാത്ത അവൾ അന്നത്തെ ദിവസം രാത്രി തന്നെ ആത്മഹത്യ ചെയ്തു. അവൾ മരിച്ചതിന് ശേഷം ആത്മാവായി വന്നുവെന്നും അവളെ കഷ്ടപ്പെടുത്തി എല്ലാവരെയും കൊന്ന് അവരുടെ കാല് പിടിച്ചു വലിച്ച് പ്ലേ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയതായി പലരും പറയുന്നു. പറഞ്ഞു വന്നാൽ ഇങ്ങനെ ഒരു സംഭവം യഥാർത്ഥത്തിൽ നടന്നിട്ടുണ്ട് എന്ന് പലരും വിശ്വസിക്കുന്നുമുണ്ട്. ആ സമയത്ത് വളരെ വിചിത്രമായ രീതിയിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ മരിച്ചു പോയിട്ടുണ്ട്. ഇതിനെല്ലാം കാരണം ഹിക്കിക്കോയാണ് എന്ന രീതിയിൽ ആ സമയം ജപ്പാനിൽ ജീവിച്ച ജനങ്ങളെല്ലാം വിശ്വസിക്കാനും പറയാനും തുടങ്ങി. ഹിക്കിക്കോ മരിച്ചുപോയ ആ സമയം ഒരു മഴക്കാലമായിരുന്നു.
അതുകൊണ്ട് തന്നെ എപ്പോഴെല്ലാമാണോ മഴ പെയ്യുന്നത് അപ്പോഴെല്ലാം ഹിക്കിക്കോ വരികയും പലരെയും കൊന്ന് അവരുടെ കാല് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുമെന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനെ അവൾ കൊന്ന് കാല് പിടിച്ചു വലിച്ചുകൊണ്ട് പോകുമ്പോൾ അത് മറ്റാരെങ്കിലും കാണുകയാണെങ്കിൽ അവരെയും അതുപോലെ തന്നെ അവൾ കൊല്ലും. ഇങ്ങനെയും ഒരു കഥ പറയുന്നുണ്ട്. ഹഗ്ഗി ഉഗ്ഗി. ഒരു സ്ഥലത്ത് ഒരു ചെറിയ കുഞ്ഞ്. അന്നത്തെ ദിവസം അവന്റെ ബർത്ത്ഡേ ആയിരുന്നു. അവന്റെ അമ്മ അവനൊരു പാവക്കുട്ടി വാങ്ങിക്കൊടുക്കാം എന്നാഗ്രഹിച്ചു. ഒരു കടയിലേക്ക് കൊണ്ടുപോയി അവന് ഏത് പാവ വേണം, ഏത് വേണമെങ്കിലും എടുക്കാൻ ആവശ്യപ്പെട്ടു. അവൻ അവിടെയുള്ള ഒരുപാട് പാവകളെ നോക്കി. അതിൽ ഒന്ന് അവൻ ഇഷ്ടപ്പെട്ടു. എനിക്കിത് മതി എന്നവൻ അമ്മയോട് പറഞ്ഞു. അങ്ങനെ അവൻ ചോദിച്ച ആ ഒരു പാവയുടെ പേര് ഹഗ്ഗി ഉഗ്ഗി എന്നായിരുന്നു. അതൊരു നീല നിറത്തിലുള്ള പാവയാണ്. അതിന്റെ വായ വളരെ വലുതായിരിക്കും. ആ വായ നിറയെ പല്ലുകളായിരിക്കും. ആ പാവ വേണം എന്നവൻ ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ അവന്റെ അമ്മ ആ പാവയെ നോക്കി. അത് കാണാൻ വല്ലാത്ത വിചിത്രമായും വിയേർഡായും തോന്നി. ശരിക്കും നിനക്ക് ഈ പാവ മതിയോ എന്ന് ചോദിച്ചു. അവനും ഇല്ല, എനിക്കിത് മതി എന്ന് പറഞ്ഞു. എങ്കിൽ പോലും 2-3 തവണ അവന്റെ അമ്മ അവനോട് ചോദിച്ചു, നമുക്ക് വേറെ വാങ്ങാം, ഇത് വേണ്ട എന്നൊക്കെ. പക്ഷേ അവൻ അത് മതി. എന്തായാലും അന്നവന്റെ ബർത്ത്ഡേ അല്ലേ, വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. അവൻ ആഗ്രഹിച്ച പാവ തന്നെ വാങ്ങിക്കൊടുക്കാം. 2-3 ദിവസത്തിൽ അവനത് വേണ്ടാതെയാകും. പിന്നെ നമുക്കതെടുത്ത് കളയാം എന്ന് അമ്മ കരുതി. അങ്ങനെ അവൻ ചോദിച്ച ആ പാവ തന്നെ അവന്റെ അമ്മ വാങ്ങിക്കൊടുത്തു. ആ പാവയുടെ ഒരു സ്പെഷ്യാലിറ്റി, അതിന്റെ വയറ് പിടിച്ചമർത്തിയാൽ ഹായ് എന്ന് പറഞ്ഞ് പേര് പറയും. അവർ സ്വന്തം മകന്റെ പേര് പറയുന്നത് പോലെ ആ ഒരു പാവയെ കസ്റ്റമൈസ് ചെയ്യുന്നു. അങ്ങനെ ഓണറിന്റെ പേര് പറയുന്നതാണ് ആ പാവയുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത. അതിനെ അങ്ങനെയാണ് സൃഷ്ടിച്ചത്. അങ്ങനെ ആ പാവ വാങ്ങി ആ കുഞ്ഞിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അമ്മ പറഞ്ഞത്, ഈ പാവയോട് നീ ഒരുപാട് സ്നേഹമൊന്നും കാണിക്കരുത്. അങ്ങനെ ഒരുപാട് സ്നേഹം കാണിച്ചാൽ ആ പാവയ്ക്ക് ജീവൻ വരും. അതുകൊണ്ട് നീ എപ്പോഴത്തെയും പോലെ നോർമലായിട്ട് കളിച്ചാൽ മതി. കഴിയുമെങ്കിൽ നീ എപ്പോഴും പാവകളെ കളിക്കുമ്പോൾ അതിൻ്റെ കൈയും കാലുമൊക്കെ വലിച്ചു കീറി കളയാറുണ്ടല്ലോ, അതുപോലെയൊക്കെ നീ കളിച്ചാൽ മതി എന്നവൻ്റെ അമ്മ പറഞ്ഞു. കാരണം ഈ കഥയനുസരിച്ച് അവൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തത് പാവകളെ കൂടുതൽ സ്നേഹിച്ചാൽ ആ പാവകൾക്ക് ജീവൻ വരും എന്ന രീതിയിലൊക്കെ പറഞ്ഞാണ് ആ കുഞ്ഞിനെ വളർത്തിയത്. ആ കുഞ്ഞിൻ്റെ അമ്മ അത്ര പറഞ്ഞിട്ടും അവൻ ആ പാവയെ ഒരുപാട് സ്നേഹിച്ചു. ഉറങ്ങുമ്പോൾ പോലും കൂടെ കിടത്തി ഉറക്കാൻ തുടങ്ങി. കഴിക്കാൻ സമയം അവന്റെ അടുത്ത് മറ്റൊരു കസേരയിട്ട് ആ പാവയെ അതിലിരുത്തും. അങ്ങനെ അവന്റെ മുഴുവൻ സമയവും ആ പാവയുടെ കൂടെ തന്നെയായിരുന്നു. ഇനി ആ പാവയ്ക്ക് ജീവൻ വന്നാൽ നന്നായിരിക്കും എന്ന് പോലും അവൻ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു ദിവസം ആ ചെറിയ കുഞ്ഞ് ആ പാവയ്ക്ക് ജീവനുണ്ട് എന്ന് കണ്ടെത്തിയത്. അന്നത്തെ ദിവസം അവൻ കട്ടിലിൽ കിടക്കുമ്പോൾ കൂടെ ഈ ഒരു പാവയെയും കിടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ ഉറങ്ങുമ്പോൾ ആ പാവ ശ്വസിക്കുന്നത് പോലെ അവന് തോന്നി. ആ പാവയുടെ വയറ് അനങ്ങുന്നുണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്, പാവയ്ക്ക് ജീവനുണ്ട് എന്ന കാര്യം ഒന്നും അവൻ അമ്മയോട് പറഞ്ഞില്ല. കാരണം അവന്റെ അമ്മയ്ക്ക് ഹഗി എന്ന പാവയെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പാവയ്ക്ക് ജീവനുണ്ട്, അത് ശ്വസിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായും അമ്മ ആ പാവയെടുത്ത് എവിടെയെങ്കിലും കളയും. അതുകൊണ്ട് അവൻ ഒന്നും പറഞ്ഞില്ല. ഒരു ദിവസം അവൻ ആ പാവയെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ടേബിളിൽ ചരിച്ചു വെച്ചിട്ട് അവൻ ഇരുന്ന് കളിക്കുകയായിരുന്നു. അങ്ങനെ കളിച്ച് അവൻ അങ്ങനെ കിടന്നുറങ്ങി. അങ്ങനെ അവൻ ഉറങ്ങുമ്പോൾ ഹായ് ടോണി എന്ന ഒരു ശബ്ദം അവൻ കേട്ടു. പെട്ടെന്ന് അവൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. ഈ പാവയല്ലേ എന്നോട് സംസാരിച്ചത്? അതിന്റെ വയറമർത്തിയാലല്ലേ ഇത് സംസാരിക്കൂ? പക്ഷെ ഇപ്പൊ ഒന്നും ചെയ്തില്ലല്ലോ, ഇതെങ്ങനെയാണ് എന്റെ പേര് വിളിച്ചത് എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ ആ പാവയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പോ ആ പാവ അവൻ നോക്കി ചിരിക്കുന്നത് പോലെ അവന് തോന്നി. പതിവിലും വിപരീതമായി ആ പാവയുടെ പല്ലുകൾക്ക് വളരെ നീളമുണ്ടായിരുന്നു. ഇത് കണ്ട ടോണിക്ക് വല്ലാത്ത ഭയം തോന്നി. അവൻ ആ പാവയെ ദൂരെ എറിഞ്ഞിട്ട് കട്ടിൽ വന്ന് കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ അവൻ ആ പാവയെ നോക്കി. പെട്ടെന്നൊരു കത്രിക എടുത്തു കൊണ്ടുവന്ന് ആ പാവയുടെ ഒരു കണ്ണ് മാത്രം കട്ട് ചെയ്തെടുത്തു. അവൻ അങ്ങനെ ചെയ്തതിന്റെ കാരണം അവന്റെ അമ്മയായിരുന്നു. അവന്റെ അമ്മ പറഞ്ഞ കാര്യമായിരുന്നു അവൻ ഓർമ്മ വന്നത്. നമ്മളതിനെ ഒരുപാട് സ്നേഹിച്ചാൽ അതിന് ജീവൻ വരും എന്നമ്മ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആ പാവയോട് സ്നേഹം കാണിക്കാൻ പാടില്ല. സാധാരണ താൻ എങ്ങനെയാണോ പാവകളുമായി കളിക്കുന്നത് അതുപോലെ പാവകളെ പിച്ചെറിയാമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് അവൻ ഒരു കണ്ണ് മാത്രം കട്ട് ചെയ്തു. അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ അവന്റെ ഇടത് കണ്ണ് കാണുന്നില്ല. ഇപ്പൊ വല്ലാത്ത ഭയം തോന്നി. ഒരു പക്ഷെ ഹഗിയുടെ ഒരു കണ്ണെടുത്ത് കളഞ്ഞത് കൊണ്ടാണോ തനിക്ക് കണ്ണ് കാണാത്തതെന്ന് ചിന്തിച്ചു. ഭാഗ്യം, അതിന്റെ കാലും കൈയും ഒന്നും താൻ പിച്ചു വലിച്ചെറിഞ്ഞില്ല. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ തനിക്ക് നടക്കാൻ കഴിയില്ലായിരുന്നല്ലോ എന്ന് ചിന്തിച്ചു. സാധാരണ അവൻ പാവകളുടെ കൈയും കാലും ഒക്കെ വലിച്ചെറിയാറാണ് പതിവ്. പക്ഷേ ഈ പാവയെ അവൻ ഒരുപാട് ഇഷ്ടമായതുകൊണ്ടാണ് അതിന്റെ കാലുകളിൽ ഒന്നും ചെയ്യാതെ കണ്ണ് മാത്രം കട്ട് ചെയ്തെടുത്തു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഹഗി എന്ന ആ ഒരു പാവ പെട്ടെന്ന് കാണാതാകുന്നു. അവൻ ആ വീട് മുഴുവനും തിരഞ്ഞു. എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. അവന്റെ അമ്മയോട് ഈ വീട്ടിൽ എവിടെയെങ്കിലും ഹഗിയെ കണ്ടോ എന്ന് ചോദിച്ചു. അവന്റെ അമ്മയ്ക്കും ഇല്ല, അറിയില്ല എന്ന് പറഞ്ഞു.
ആ പാവ അവന് കിട്ടാത്തത് കൊണ്ട് അവൻ നന്നായി കഴിച്ചതുമില്ല, ഉറങ്ങിയില്ല, എപ്പോഴും ആ പാവയെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം കണ്ട് അവൻ്റെ അമ്മ ചിന്തിച്ചത്, ഇവൻ വളരെ ഡിസ്റ്റർബ്ഡ് ആണ്, നമുക്ക് മറ്റേതെങ്കിലും പാവ വാങ്ങിക്കൊടുക്കാം, പിന്നീട് അവൻ്റെ മനസ്സ് മാറുമെന്ന് ചിന്തിച്ചു. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് ആ ഹഗി പാവ വീണ്ടും ആ വീട്ടിലേക്ക് വന്നു. ആ പാവയെ കണ്ട് അവന് വല്ലാത്ത അത്ഭുതം തോന്നി. വീട് മുഴുവനും തിരഞ്ഞു, കണ്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴെവിടെ നിന്ന് വന്നു എന്നവൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അടുത്ത ദിവസം അവരുടെ അയൽവാസി ആ വീട്ടിലേക്ക് വന്നു. അവന്റെ അമ്മയുമായി അയൽവാസി സാധാരണ രീതിയിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്ന സമയം പെട്ടെന്ന് ആ അയൽവാസി ആ പാവയെ കാണുന്നു. ആ പാവയെ കണ്ട ഉടനെ, ഓ, ഇതിവിടെ തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചു. അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല, ഒരു 2 ദിവസമായി ഇത് എൻ്റെ വീട്ടിലായിരുന്നു, ആരാണ് കൊണ്ടുവച്ചതെന്ന് എനിക്കറിയില്ല. 2 ദിവസത്തിന് ശേഷം പിന്നെ ഈ പാവയെ കാണാനില്ല, ഞാൻ വീട് മുഴുവനും തിരഞ്ഞു. എന്നാൽ ഇതിപ്പോൾ നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ, അപ്പോൾ നിങ്ങളുടെ മകൻ്റെ പാവയായിരിക്കുമല്ലേ അതെന്ന് അവരും പറഞ്ഞു. ഇപ്പോഴാണ് ടോണിയുടെ അമ്മ അവനെ നോക്കി, നീ എന്നിൽ നിന്നും എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? ഈ പാവ എങ്ങനെയാണ് അവിടെ പോയത്? നീ കൊണ്ടുപോയതാണോ എന്ന രീതിയിൽ ചോദിച്ചു. ഇപ്പോഴാണ് ടോണി തനിക്ക് നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞത്. ആ പാവ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ശ്വസിക്കുന്നത് പോലെ തോന്നി. ഞാൻ അതിൻ്റെ കണ്ണ് കട്ട് ചെയ്തു. അടുത്ത ദിവസം എനിക്ക് ഇടത് കണ്ണ് കാണുന്നില്ല. ഇങ്ങനെ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു. ഇത് കേട്ട അവൻ്റെ അമ്മ, ഇനി ആ പാവ അവൻ കളിക്കാൻ പാടില്ല എന്നതിന് വേണ്ടി അവൻ അറിയാതെ ആ പാവയെ മുകളിലെ അലമാരയിൽ പൂട്ടിവെച്ചു. അന്നത്തെ ദിവസം അവൻ നന്നായി കിടന്ന് ഉറങ്ങിക്കിടക്കുമ്പോൾ രാവിലെ പെട്ടെന്ന് അവൻ ഓർമ്മ വന്ന് എഴുന്നേറ്റ് നോക്കി. അവന്റെ 2 കാലുകളും അവന് ചലിപ്പിക്കാൻ സാധിക്കുന്നില്ല. എന്ത് പറ്റിയെന്നറിയാനെ താഴെ നോക്കിയപ്പോൾ ഹഗി എന്ന പാവയുടെ വായ്ക്കുള്ളിൽ തന്റെ 2 കാലുകൾ ഇരിക്കുന്നതായിരുന്നു അവൻ കണ്ടത്. ഭയന്ന് പോയി അവൻ പെട്ടെന്ന് അലറി നിലവിളിക്കാൻ തുടങ്ങി. സത്യത്തിൽ അതവന്റെ ഒരു തോന്നലായിരുന്നു. എന്നാൽ ആ ശബ്ദം കേട്ട് അവന്റെ അമ്മ ഓടി വന്നു. എനിക്ക് പാവ വേണ്ട, എനിക്ക് പാവ ഇഷ്ടപ്പെട്ടില്ല എന്നവൻ പറഞ്ഞ് കരയാൻ തുടങ്ങി. പിന്നീട് അവന്റെ അമ്മ ആ പാവയെ എടുത്തു കൊണ്ടുപോയി പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞു. അന്ന് മുതലെല്ലാം പഴയ രീതിയിലേക്ക് മാറി. എല്ലാം നോർമലായി അവസാനിച്ചു. അവൻ സന്തോഷമായി ജീവിക്കാനും തുടങ്ങി. പിന്നെ ആ പാവയെക്കുറിച്ചുള്ള ഓർമ്മയോ ശല്യം ചെയ്യലോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഈ കഥകളൊന്നും യഥാർത്ഥമല്ലെങ്കിൽ പോലും ഇത് കേട്ടിരിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഈ 3 കഥകളിൽ നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് താഴെ കമന്റിൽ പറയുക. ഇതുപോലുള്ള അർബൻ ലെജൻഡ് സ്റ്റോറീസ് നിങ്ങൾക്ക് ഇനിയും വേണം എന്നുണ്ടെങ്കിൽ താഴെയുള്ള കമന്റ് ബോക്സിൽ അർബൻ എന്ന് ടൈപ്പ് ചെയ്യുക. മറക്കാതെ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് ലൈക്സും വ്യൂസും കൂടുതൽ വരികയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.